എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കോപ്പ ഡെൽ റേ ഫൈനൽ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത മാതിരി തന്നെ ബാഴ്സലോണയാണ് കോപ്പ ഡെൽ റേ ഫൈനലിൽ ജേതാക്കളായിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സീസണിൽ ബാഴ്സക്ക് ട്രബിൾ ചാൻസുകൾ കൂടിക്കൂടി വരികയാണ്. കാരണം അവർ ലാലിഗയിലാണെന്നുണ്ടെങ്കിലും ഒന്നാം സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെമി ഫൈനലിസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സീസണിൽ ഒരു ട്രബിള് ഈ ഫ്ലിക്കിന്റെ അണ്ടറിലെ ബാഴ്സന്റെ ഫസ്റ്റ് സീസൺ തന്നെ ഒരു ട്രബിൾ അടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ആണ് ഇപ്പോൾ ഫ്ലിക്കിന്റെ മുന്നിലുള്ളത്. അങ്ങനത്തെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഫ്ലിക്കിന്റെ മുന്നിലുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കോപ്പ ഡെൽ റേ ടൈറ്റിൽ എന്ന് പറയുന്നത് ബാഴ്സന്റെ ഹിസ്റ്ററി തന്നെ 32ാമത്തെ കോപ്പ ഡെൽ റേ ടൈറ്റിലാണ്. ഈ ഒരു കോമ്പറ്റീഷൻ നേടിയ ഇത്രയും അധികം നേടിയ വേറൊരു ക്ലബ്ബിൽ, അതായത് ഈ ഒരു കോമ്പറ്റീഷൻ 32 തവണ വിൻ ചെയ്യണ ഏക ക്ലബ്ബ് എന്ന് പറയുന്നത് ബാഴ്സലോണയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു റെക്കോർഡുള്ള ഒരു ടീമാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ ബാഴ്സ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റയലിന്റെ ഒരു അൺഎക്സ്പെക്ടഡ് പെർഫോമൻസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഫസ്റ്റ് ഹാഫിലൊക്കെ റയൽ ഇങ്ങനെ നമ്മൾ എപ്പോഴും വിചാരിക്കണം ഈ ഒരു സീസണിൽ ഉടനീളം കണ്ടുവരുന്ന റയൽ മാഡ്രിഡ് നമ്മൾ കണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഒന്നും കൂടി കാര്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ്. ഈ ഒരു എസ്പെഷ്യലി ആ ഒരു എംബാപ്പ വന്നതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അതിന് പറയാം. അപ്പോൾ എംബാപ്പ വന്നതിന് ശേഷം ആദ്യം സംഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രീ കിക്കാണ്. പല ആൾക്കാരും എംബാപ്പയ്ക്ക് ഫ്രീ കിക്ക് അടിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ പല വിമർശനങ്ങളൊക്കെ എതിർക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതൊരു മത്സരത്തിൽ എംബാപ്പ ഒരു ഫ്രീ കിക്ക് അല്ല, ഒരു ടച്ച് ചെയ്ത് കണ്ട് അടിച്ച ബോളാണ്. ആ ഒരു ഇതിനൊക്കെ ബാഴ്സ ഫാൻസ് അടക്കമുള്ള ആൾക്കാർ വിമർശിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അണ്ണാക്കിലടിച്ചുകൊണ്ട് ഈ ഒരു 1-1 ഡ്രോയിലാക്കാൻ വേണ്ടി കണ്ട് എംബാപ്പ ആ ഒരു ഗോൾ അടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു, ആ ഒരു ഫ്രീ ഗോൾ. അതിന് മുന്നാടി തന്നെ ഈ ഒരു ഫസ്റ്റ് ഹാഫ് തന്നെ ഈ ഒരു ബാഴ്സ 1-ന്റെ ലീഡിലാണ് ഈ ഒരു കളി ഫസ്റ്റ് ഹാഫിൽ എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തന്നെ ഈ ഒരു ഫസ്റ്റ് ഹാഫിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് അറിയാം എന്തുകൊണ്ട് ബാഴ്സ ഒരു 2-3 ഗോൾ അടിച്ചില്ല എന്നുള്ളതാണ്. അത്രയും നല്ലൊരു പെർഫോമൻസ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ബാഴ്സക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ റയലിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ റയലിനും എന്തായാലും 3-4 ഗോൾ അടിക്കാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. കാരണം ബെല്ലിംഗാം എന്ന് പറയുന്നത് ആ ഒരു ബാഴ്സന്റെ മിഡ്ഫീൽഡ് പൂർണ്ണമായിട്ടും ആ ഒരു ഹോൾഡ് ചെയ്ത് വെക്കാൻ ബെല്ലിംഗാമിനെ കൊണ്ട് സാധിച്ചു. ഈ ഒരു പെഡ്രിനെയും ഡിയോഗിനെയും കൂടുതൽ പോക്കറ്റിലാക്കാൻ ബെല്ലിംഗാമിനെ കൊണ്ട് സാധിച്ചു വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ ആ ഒരു വാൽവർദ്ധയും കൂടി ഉണ്ടായതുകൊണ്ട് ഒന്നും കൂടി കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്തായി എന്നുള്ളതാണ്. ഈ ഒരു കളിയിലെ റയൽ മാഡ്രിഡിന്റെ ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ബെല്ലിംഗാം ആ ഒരു പിച്ചിലുണ്ട് എന്നുള്ളതാണ്. അത്രയും മികച്ച പെർഫോമൻസ് ആണ് ബെല്ലിംഗാം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബെല്ലിംഗാം ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോർവേഡിലേക്ക് പന്ത് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിനീഷ്യസ് ജൂനിയറിന് അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു റയലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തിരിച്ചടി ആയത് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അതിനുശേഷം എംബാപ്പ വന്നു, എംബാപ്പ ഗോൾ അടിച്ചു, ഈ ഒരു 1-1 ഡ്രോയിലാക്കി. അതിനുശേഷം അത്രയും ഒരു സെക്കൻഡ് ഹാഫിൽ അത്രയും നേരം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു റയൽ മാഡ്രിഡിന് ഒന്നും പാടെ ഈ ഒരു ബാഴ്സക്ക് ഒന്നും കൂടി ത്വര കൂടുന്നതായിരിക്കും തോന്നി. കാരണം ബാഴ്സ ഒരു ഗോളിന്റെ ലീഡിൽ 90 മിനിറ്റ് പിടിച്ചു നിന്നാണ്ട് ആ ഒരു പ്ലാൻ ആയിരുന്നു തോന്നുന്നു. അതിനുശേഷം ബാഴ്സ ഒന്നും കൂടി അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങി. പക്ഷെ ആ ഒരു ഇതില് ഗൂളർ ഒരു കോർണർ അടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിൽ ചുവാമിനി ആ ഒരു ഹെഡിലൂടെ ഒരു ഗോളാക്കുന്ന കാഴ്ച. അങ്ങനെ 2-1 ഏകദേശം റയൽ മാഡ്രിഡ് കംബാക്ക് അടിച്ചു. ഇനി ബാഴ്സ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ തന്നെ കുറെ ആൾക്കാർ ആഹ്ലാദ പുളഹിതമായിട്ടുണ്ടാവും. പക്ഷെ അപ്പോൾ നമ്മൾ ബാഴ്സലോണയാണ് അവിടെ ഇതാക്കാൻ പറ്റൂല. ആസ് എ റയൽ മാഡ്രിഡ് ഫാൻ ഞാൻ ഇന്നലെ ഈ ഒരു പെർഫോമൻസ് പോലും റയലിന്റെ പക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്നലെ 3-2 പരാജയപ്പെട്ട തന്നെ വലിയ കിട്ടലാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 4 ഗോളിനൊക്കെ പോകേണ്ടതാണ് ഈ ഒരു ക്ലാസിക്കോ എന്നുള്ളത്. കാരണം അങ്ങനെയാണ് റയലിന്റെ ഡിഫൻസ് ഇപ്പൊ കിടക്കുന്ന കാഴ്ച എന്ന് പറയുന്നത്. പക്ഷെ ഇന്നലെ എന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആൻസലോട്ടി മാനേജ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ആ ഒരു ഇത്രയും നല്ലൊരു കളി നമ്മൾ കണ്ടത് ഈ ഒരു സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇന്നലെ ബാഴ്സക്കെതിരെ കണ്ടത് എന്ന് പറയുന്നത്. എന്തായാലും ആൻസലോട്ടിന് എന്തായാലും റയൽ മാഡ്രിഡിൽ ഈ ഒരു സീസണിന്റെ എൻഡോട് കൂടി എന്തായാലും പോകും. എനിക്ക് തോന്നുന്നു ആ ഒരു വേൾഡ് കപ്പ് ഒന്നും മാനേജ് ചെയ്യാൻ ആൻസലോട്ടി ഉണ്ടാവില്ല. അതിന് മുന്നേ തന്നെ ബ്രസീൽ ഫെഡറേഷൻ ആൻസലോട്ടിനെ വിടാതെ പിന്തുടരുന്നുണ്ട്. എന്തായാലും ആൻസലോട്ടിക്ക് റയൽ പുറത്താക്കിയതെങ്കിലും ജോബ് നഷ്ടാവുന്നില്ല. വേറെ ജോബിന് അവിടെ പേപ്പറൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം കേട്ട ഈ ഒരു ചീത്തപ്പേരുകൾക്കൊക്കെ എനിക്ക് 2015 ശേഷം ഈ ഒരു ബാഴ്സ ഒരൊറ്റ UCL വിൻ ചെയ്തിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതിൽ ഏകദേശം 2017 19 അങ്ങനത്തെ ഈ ഒരു ഇയേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ പെർഫോം ചെയ്തിട്ടുള്ള ഇയേഴ്സാണ്. അതിൽപോലും 2019 സെമി ഫൈനലിൽ നല്ലൊരു അന്ന് മെസ്സിയാണ് ബാലൺ വിന്നർ. അത്രയും നല്ല ഇമ്പാക്റ്റോട് കൂടി കളിച്ച ഒരു ഇതായിരുന്നു. പക്ഷെ ലിവർപൂൾ അണ്ണാക്കിലടിച്ച് വിട്ടാണ് ഇത്. അങ്ങനെ
നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു 10 വർഷത്തിന്റെ ഗ്യാപ്പിൽ UCL കിരീടങ്ങളൊക്കെ നേടാനും ബാഴ്സക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനൊക്കെ ആ ക്ഷാമത്തിനൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ട് ബാഴ്സക്ക് ഒരു UCL കിരീടം, അതിനുപരി ലാലിഗയും ഇപ്പൊ കോപ്പ ഡെൽ റേ ഓൾറെഡി നേടി, ഇനി ലാലിഗയും ഈ ഒരു UCL കൂടി അടിക്കാൻ കഴിഞ്ഞാൽ ഒരു ട്രബിൾ വിന്നേഴ്സ് ആയി ആ ഒരു 10 വർഷത്തെ ആ ഒരു ചീത്തപ്പേരാണ് മാറ്റാൻ കിട്ടുന്ന ഒരു അവസരമാണ് ബാഴ്സന്റെ മുന്നിലുള്ളത്. എന്തായാലും ബാഴ്സ എന്തായാലും എനിക്ക് തോന്നുന്നു ലാലിഗ എന്തായാലും ബാഴ്സ വിൻ ചെയ്യാൻ തന്നെയാണ് ചാൻസ്. ഇനിയുള്ളത് UCL ആണ്. UCLന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് ബാഴ്സ ആയതുകൊണ്ടല്ല. ബാഴ്സ ഇപ്പത്തെ ഈ ഒരു കളിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു കൂടി ബാഴ്സന്റെ ഫോം മങ്ങിയ മാതിരി. ബാഴ്സന്റെ ഫോം മങ്ങുക എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് 4 ഗോൾ അടിച്ചിങ്ങാണ്ട് 4-0 വിൻ ചെയ്യുന്ന ബാഴ്സയിൽ നിന്നും 4 ഗോൾ അടിച്ചിങ്ങാണ്ട് 4-3 4-2 ആ ഒരു രീതിയിലേക്ക് വരുന്ന ഒരു ഷിഫ്റ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ബാഴ്സക്ക് എന്തായാലും ലാലിഗ ഏകദേശം ഉറപ്പാണ്. ഇനിയിപ്പോ അടുത്ത മാസം റയലിനോടൊരു കളിയുണ്ട്. ആ ഒരു കളി തോക്കും വേണം. റയലിന്റെ പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. ആ ഒരു കളി ബാഴ്സ തോക്കും വേണം. പിന്നെ അതിനുപരി ഒരു കളി ഡ്രോയോ അല്ലാന്നുണ്ടെങ്കിൽ പരാജയപ്പെടുകയോ വേണം. എനിക്ക് തോന്നുന്നത് എന്തായാലും ബാഴ്സ തന്നെയായിരിക്കും ജയിക്കുക. ഈ ഒരു UCL ഡൗട്ട് ഉള്ളൂ. പക്ഷെ UCL അടിക്കാനുള്ള ടീമൊക്കെ ബാഴ്സ ഉണ്ട്. പിന്നെ ഫ്ലിക്ക് ഓൾറെഡി ഒരു UCL ഒക്കെ അടിച്ചതാണ്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജർ ഉണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ബാഴ്സ ഇപ്രാവശ്യം ട്രബിൾ വിൻ ചെയ്യോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.